നമുക്ക് കോൺഗ്രസ് വാർത്തകളിലേക്ക് തിരിച്ചു പോകണം. AICCയുടെ ചാർട്ടേഡ് വിമാനം കേരളത്തിലേക്ക് തിരിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ ഒരു വിവരമുണ്ട്. 4 മണിയോടുകൂടി ഈ വിമാനം കേരളത്തിലെത്തും എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ മുഗൾ വാസ്നിക്കും അടക്കമുള്ള ഹൈക്കമാൻഡ് പ്രതിനിധികൾ, ഹൈക്കമാൻഡ് നിരീക്ഷകർ ഈ വിമാനത്തിലായിരിക്കും കേരളത്തിലേക്ക് എത്തുക. ലാൻഡിങ്ങിന് AICC അനുമതി തേടി എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരമുണ്ട്. ഈ വിമാനത്തിൽ KC വേണുഗോപാൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അല്പം മുമ്പാണ് KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. എന്ത് സന്ദേശമാകും രാഹുൽ KCയോട് ഉണ്ടാവുക എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ കാത്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് UDF നേതാക്കൾ ഇതിനെ ഗവർണറെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. VV അരുൺ ചേരുന്നു. അരുണ്, ദീപാദാസ് മുൻഷിയും ഒപ്പം മറ്റ് നിരീക്ഷകരും, കേന്ദ്ര നിരീക്ഷകരും ഈ വിമാനത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ, മുകുൾ വാസ്നിക്കും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ KC വേണുഗോപാൽ ഉണ്ടാകുമോ? അനുനയ ശ്രമങ്ങളുടെ ഭാഗമായി KCയെ കൂടി കേരളത്തിലേക്ക് എത്തിക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് അല്ലേ? എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായിട്ടും രഞ്ജിത്ത്, 1 മണിക്കാണ് ചാർട്ടേഡ് വിമാനം ഡൽഹിയിൽ നിന്ന് പുറപ്പെടുക. 4 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാനാണ് അനുമതി തേടിയിട്ടുള്ളത്. AICC ആണ് ഈ ചാർട്ടേഡ് വിമാനം ബുക്ക് ചെയ്തിരിക്കുന്നത്. 4 മണിയോടുകൂടി ഇവിടെ എത്തും. ആ തരത്തിലാണ് ഇപ്പോൾ അറിയിപ്പ്. ഒരുപക്ഷെ സമയത്തിൽ മാറ്റം വരാം. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കാം, ഈ നിയമസഭാ കക്ഷി യോഗം വൈകും. അത് ഒരുപക്ഷെ 4 മണിക്ക് ശേഷം മാത്രമേ ചേരാൻ ഇടയുള്ളൂ. AICC നിരീക്ഷകരായ അജയ് മാക്കാനും അതുപോലെ തന്നെ മുകുൾ വാസ്നിക്കും ആ വിമാനത്തിലുണ്ടാവും. ദീപാദാസ് മുൻഷിയും ആ വിമാനത്തിൽ മാത്രമേ എത്തുകയുള്ളൂ. 11:30 എത്തില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അവർ അവിടെ ഇപ്പോഴും ഡൽഹിയിലുണ്ട്. ഏറ്റവും നിർണായകമായ ചോദ്യം, ആ വിമാനത്തിൽ KC വേണുഗോപാൽ ഉണ്ടാകുമോ? പറന്നിറങ്ങുമോ KC കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ? അല്ലെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രിയായാൽ അദ്ദേഹത്തിന് പിന്തുണയുമായി KC എത്തുമോ? ഈ കാര്യമാണ് അറിയേണ്ടത്. KC വേണുഗോപാൽ ഈ ചാർട്ടേഡ് വിമാനത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂർ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യം. ഏതായാലും AICCയുടെ ചാർട്ടേഡ് വിമാനം 4 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ അനുമതി തേടിയിട്ടുണ്ട്. അത് വ്യോമയാന വകുപ്പ് അതിന് അനുമതി നൽകിയിട്ടുമുണ്ട്. ഇനി അറിയേണ്ടത് ആ വിമാനത്തിൽ ആരൊക്കെ ഉണ്ടാകും. ഈ ഒരുപക്ഷെ വലിയ തർക്കത്തിലേക്ക് പോവുകയാണ്. VD സതീശൻ തീരുമാനിച്ച KC വേണുഗോപാലൊക്കെ വലിയ പ്രതിഷേധത്തിന് പോവുകയാണെങ്കിൽ നേരിട്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നു. ഏതായാലും നീക്കങ്ങൾ, ചർച്ചകൾ സജീവമാണ്. സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ തകൃതിയായി മുന്നോട്ട് പോകുന്നു. എന്ന് വേണമെങ്കിലും നാളെ സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറാണെന്ന് GAD പൊതുഭരണ വകുപ്പ് ഗവർണറുടെ ഓഫീസിനെ, ലോക് ഭവനെ അറിയിച്ചു കഴിഞ്ഞു. ഇന്നലെ തന്നെ GAD ഉദ്യോഗസ്ഥർ ലോക് ഭവനിലെത്തി ചർച്ച നടത്തി. ഞായറാഴ്ച സത്യപ്രതിജ്ഞ എന്ന തരത്തിലാണ് ആലോചനകൾ മുന്നോട്ട് പോകുന്നത്. വേണമെങ്കിൽ നാളെയും ആകാം. അതിനുള്ള തയ്യാറെടുപ്പുകൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുക്കമാണെന്നാണ് GAD അറിയിച്ചിരിക്കുന്നത്.